അപ്പോഴേ നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ? ഞങ്ങൾ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാം, എണ്ണ ഒഴിച്ച് വേവിച്ച് അങ്ങനെയൊക്കെ എടുക്കുന്നതിന് പയറ് മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ എന്താ പറയുന്നതെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം, വായിച്ചോളാം, പഠിച്ചെടുത്തോളാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചൊന്ന് വെന്ത് പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അരിഞ്ഞെടുത്ത് കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വെക്കും. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും, അത്യാവശ്യം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചതച്ച കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഒരുവിധ ആൾക്കാരെല്ലാം ഒഴിവാക്കുന്നൊരു സാധനമാണ്, കാരണം ഗ്യാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരിക്കലും ഒഴിവാക്കുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ ഗ്യാസ് ട്രബിളിൻ്റെ വലിയൊരു വിഷയമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ചക്കക്കുരു എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കും കേട്ടോ. ചക്കക്കുരൊക്കെ പുഴുങ്ങി തന്നെ കഴിക്കും കേട്ടോ. ഈ ഉരുളക്കിഴങ്ങിൽ ധാരാളം പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ, രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അത് കൂടാതെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ദഹനത്തെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഒരു ഘടകം നമ്മൾ എന്താ പറയുക, വീട്ടിൽ അത്യാവശ്യം കിട്ടുന്ന ഒരു സാധനമാണല്ലോ, സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കണ്ണിൻ്റെ കറുപ്പ് നിറം, അടിയിലെ കറുപ്പ് നിറം മാറാനും ഒക്കെ ആയിട്ട്, മാസ്കൊക്കെ ആയിട്ട് ഒരുവിധം ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഞാനും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഈ ടാനൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ തേച്ച് പിടിപ്പിച്ച് ഡ്രൈ ആക്കി കഴുകി കളഞ്ഞാലൊക്കെ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും ഗുണകരമായിട്ടുള്ള സാധനമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഗ്യാസ് ട്രബിളാണ്, കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് വയറ് കയറി വീർത്ത് വരും എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കേണ്ട. ഉരുളക്കിഴങ്ങ് നല്ല ഒരു ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ആഹാര പദാർത്ഥം തന്നെയാണ്. ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് എൻ്റെ മൂക്കിലേക്ക് നല്ല വാസനയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. വേറെ ഒന്നിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാനൊന്നും പറ്റത്തില്ല. വെറുതെ ആയാലും ഞാൻ കഴിക്കുന്നത് കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമാണിതെന്ന് പറയുന്നത്. കോളേജിലൊക്കെ പോകുന്ന സമയത്തായാലും സ്കൂളിൽ പോകുന്ന സമയത്തായാലും എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള അമ്മ എനിക്കിതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്വതവേ എല്ലാവരും വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചോറും പിന്നെ അച്ചാറും ഒക്കെ കൂട്ടി പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സദ്യ കുശാലായി അല്ലേ. അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വിശേഷം ഇവിടെ തീർന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഗ്യാസ് ട്രബിൾ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കരുത് കേട്ടോ.